ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെൽവെറ്റ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ചൈനൂറ, ഓറഞ്ചിക്ക, പർപ്പിൾ പാഷൻ, വെൽവെറ്റ് പ്ലാന്റ് എന്നീ പേരിലെല്ലാം ഈ ചെടി അറിയപ്പെടുന്നു. വെൽവെറ്റ് പ്ലാന്റ് ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, പക്ഷേ ഇതിന് തണൽ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പർപ്പിൾ കളറ് ഇലകൾക്ക് മാറുകയും വേറൊരു മഞ്ഞ നിറമായി മാറുകയും ചെയ്യും. വെൽവെറ്റ് പ്ലാന്റിൻ്റെ തളിരിലകൾക്ക് പർപ്പിൾ കളറാണ്. ഇതിൻ്റെ കുറച്ച് മുതിർന്ന ഇലകൾക്ക് ഡാർക്ക് ഗ്രീൻ കളറാണ്. ഈ പർപ്പിൾ ഗ്രീൻ ഷെയ്ഡ് പോലെയാണ്. ഇതിൻ്റെ ഇലകൾ അറ്റം കണ്ടിച്ച് വിട്ട പോലെയാണ്. ഇതിൻ്റെ ഇലകളുടെ മറുവശത്ത് പർപ്പിൾ കളറിലാണ് ഇത് കാണുന്നത്. വെൽവെറ്റ് പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും ബുഷി ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്തിയത്. ഇത് നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ട്. ആ വെൽവെറ്റ് പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുത്തൊരു ചെറിയ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചതാണ്. ഇത് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇലയെല്ലാം ഈ മഞ്ഞ കളറിൽ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് തന്നെ നിലനിൽക്കും. ഇതിൻ്റെ ഇലയിൽ എന്തോ ഒരു ജീവി കൂടുണ്ടാക്കിയേക്കുന്നതാണിത്. വെൽവെറ്റ് പ്ലാന്റ് ദിവസവും നനച്ചു കൊടുക്കണം. മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ഡ്രൈ ആകുമ്പം ഇതിൻ്റെ ഇലകൾ മഞ്ഞപ്പാവുകയും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഈ വെൽവെറ്റ് പ്ലാന്റിൻ്റെ തളിരിലകൾക്ക് നല്ല പർപ്പിൾ കളറാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ വെൽവെറ്റ് പ്ലാന്റിൻ്റെ ചെടി ഒടിച്ചു കുത്തി പുതിയ ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് വളരുന്ന ചെടികളാണ് വെൽവെറ്റ് പ്ലാന്റ്സ്. ഈ വെൽവെറ്റ് പ്ലാന്റ് ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്തിയിരുന്നത്. ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അറ്റത്തുള്ള ഇലകൾക്ക് മാത്രം ആ പർപ്പിൾ കളറും ഗ്രീൻ കളറും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇലകളെല്ലാം വെയിൽ കൊണ്ട് കരിഞ്ഞു പോയിരുന്നു. കരിഞ്ഞ ഇലകളെല്ലാം നമ്മൾ കൈകൊണ്ട് പിഴുതു മാറ്റണം. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഈ കരിഞ്ഞ ഇലകളുടെ സ്ഥാനത്ത് പുതിയ ഇലകൾ കിളിർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഞാൻ കളഞ്ഞ ഇലകളുടെ സ്ഥാനത്ത് പുതിയ ഇലകൾ കിളിർത്ത് വരുന്നതാണ് ഈ ചെറിയ മുകുളങ്ങളായിട്ട് ഈ കാണുന്നത്. സാധാ മണ്ണാണ് ഞാൻ ഇതൊക്കെ കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മാസത്തിൽ വളം ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തതും പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്നതുമായ ചെടികളാണ് ഈ വെൽവെറ്റ് പ്ലാന്റ്സ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ലാത്തവർ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.